ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ലിമിറ്റ്സിൻ്റെ ഒരു ഐഡിയ വരുന്ന ഒരു പ്രോബ്ലം ആദ്യം ചെയ്ത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, എല്ലാ ടൈപ്പ് ഇവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് ഇതിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലയോ അത് ചെക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് കാണണം, റൈറ്റ് ലിമിറ്റ്. അപ്പം 1ലേക്ക് അപ്രോച്ച് ചെയ്യണം അല്ലേ. റൈറ്റിൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫും ഔട്ട്പുട്ട് 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ 1ലേക്ക് തന്നെയാണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഗ്രാഫ് നോക്കൂ, ഇവിടെ 1ലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യണം, അതാണ് 1 മൈനസ് മീൻസ് 1ലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും 1ലേക്ക് തന്നെ പോകുന്നത് അല്ലേ. റെഡി. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂം സെയിം ആണ്, റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം, കൺക്ലൂഡ് ചെയ്യാം, ഈക്വൽ ആണ്. Therefore limit exist at x is equal to 1. അപ്പോൾ limit exist at x is equal to 1. Therefore ഇത് രണ്ടും കമ്പൈൻ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് നോ മൈനസ് നോ വെവർ എഴുതേണ്ട ആവശ്യമില്ല. എക്സിസ്റ്റ് ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എഴുതാം. 1ലേക്കാണ് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ വാല്യൂ വൈ വാല്യൂ 1 തന്നെയാണ്. ഓക്കെ, ഇതിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. 3ൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് ആദ്യം കാണാം. അത് റൈറ്റ് ലിമിറ്റ്, 3ൻ്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പം 3ലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ കറസ്പോണ്ടിങ് ഇമേജ് ഇവിടെ ഉള്ളതുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. അതായത് ഇമേജ് ഇവിടെ എക്സിൻ്റെ വാല്യൂ 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം ഫങ്ഷൻ വാല്യൂ 4ലേക്കാണ് പോകുന്നത് ഉണ്ടോ. ഫങ്ഷൻ്റെ വാല്യൂ 4ലേക്ക് പോകുന്നു. റെഡി. 4ലേക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4ലേക്ക് അപ്രോച്ച് ചെയ്യാണ്. 3ലേക്ക് വരുമ്പോൾ 4ലേക്ക് വരികയാണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. 3 മൈനസ് അതായത് 3ലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും ഇതേപോലെ ഗ്രാഫ് ഇവിടെ വരുന്നത് 4ലേക്ക് തന്നെ പോകുന്നത് അല്ലേ. സോ ആൻസർ 4 തന്നെയാണ്. നേരത്തെ പോലെ ഇവിടെയും ഈക്വൽ ആണ്. നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയാം. Therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ്സോ മൈനസോ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറ്റ് 3ൽ അതായത് എഫ് ഓഫ് 3 എന്നാണ് വാല്യൂ, അതായത് 4 അല്ല. അറ്റ് 3ൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് ഇവിടെയല്ല, ഇവിടെയാണ്. ഇവിടെ ഹോളാണ്, ഇവിടെയാണ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് 5ലാണ്. ഓക്കെ, എഫ് ഓഫ് 3 5 ആണ്. എന്നിരുന്നാലും ലിമിറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് അറ്റ് 3ലെ വാല്യൂ എന്തോ ആവട്ടെ, അത് 4 ആയാലും കുഴപ്പമില്ല, 4 അല്ലെങ്കിലും കുഴപ്പമില്ല. ലിമിറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ ഏതിലേക്കാണോ അപ്രോച്ച് ചെയ്യുന്നത്, ഇപ്പോൾ 4ലേക്ക് അപ്രോച്ച് ചെയ്യണം, ഇവിടെ 4ലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്രോച്ചിങ് വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. അത് ഈക്വലാണോ നോക്കിയാൽ മതി. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയാൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഈ വാല്യൂന് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. റൈറ്റ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ നോക്കൂ. ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 4 നോക്കാം. 4ലാണെങ്കിൽ എക്സ് ടെൻസ് ടു 4 പ്ലസ്
ഇവിടെ നമുക്ക് 4ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ റൈറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് ഇവിടെ 3ക്ക് നേരെ ഉദ്ദേശിച്ചത് 3ക്ക് നേരെ വരുന്നു അല്ലേ, 3ക്ക് നേരെ വരുന്നത്, 3ക്ക് നേരെ. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്കിവിടെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3ക്ക് റൈറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ 3ലേക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് 4ലാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ 4ൻ്റെ റൈറ്റ് ലിമിറ്റും 4ൻ്റെ ലെഫ്റ്റ് ലിമിറ്റും എഫ് ഓഫ് എക്സ്. അപ്പം 4ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഗ്രാഫ്. റൈറ്റിലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് ഇവിടെയായിരുന്നു. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് ഇവിടെ വരുന്നത് ആ ഇമേജ് 2ലേക്കാണ്. രണ്ടും 2 ലിമിറ്റാണ് അല്ലേ. റൈറ്റ് ലിമിറ്റ് 3യും ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്. ആണോ, ഇവിടെ ഗ്രാഫിന് തെന്നി മാറി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എവിടെ? അറ്റ് എക്സ് ഈക്വൽ ടു 4ൽ. അപ്പം ഇവിടെ നോട്ട് ഈക്വൽ. Therefore limit does not exist at x is equal to 4. 4ൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ -3 മുതൽ 6 വരെ ഡിഫൈൻഡ് ആണ്. അതിൽ 4ൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ പോയിന്റിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. 4ൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും ഇത് മുതൽ ഇതുവരെയുള്ള ഏത് പോയിന്റ് എടുത്താലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇനി 4.1 എടുത്താൽ എക്സിസ്റ്റ് ചെയ്യും. 4.1 എന്ന് പറഞ്ഞാൽ ഫോറിന് ജസ്റ്റ് ഫ്രണ്ടിലാണ് അല്ലേ, 4ന് ജസ്റ്റ് ഫ്രണ്ടിലാണ്. ആ പോയിന്റിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് 4ന് ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. ഈ 4.1ൻ്റെ റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇത് 3ലേക്കാണ് വരിക. ആൻസർ 3 തന്നെ. ഈ 4.1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എടുത്താൽ അതായത് 4ൻ്റെ ഫ്രണ്ടിലാണ് 4.1 ഉള്ളത്. അതിൻ്റെ ഈ 4.1ൻ്റെ ജസ്റ്റ് ബാക്ക് പറഞ്ഞാൽ 4ൻ്റെ ഫ്രണ്ടാണ്. ഒരിക്കൽ കൂടി 4.1ൻ്റെ ബാക്കിൽ എന്ന് പറയുമ്പോൾ 4ൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതിന് ഔട്ട്പുട്ട് 3 തന്നെയാണ്. ഇവിടെയും 3 തന്നെയാണ്. രണ്ടും ഈക്വലാണ്. അപ്പോൾ 4ൽ മാത്രമേ പ്രശ്നമുള്ളൂ. 4ൻ്റെ ജസ്റ്റ് ബാക്കിലെ പോയിൻറ്റ്സിനും പ്രശ്നമില്ല, 4ന് ജസ്റ്റ് ഫ്രണ്ടിലെ പോയിൻറ്റും പ്രശ്നമില്ല. അവിടെയൊക്കെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. 4ൽ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ റിസൾട്ടുകൾ മാത്രം ഒന്ന് പറയാണ്. അതിൻ്റെ പ്രൂഫ് പറയുന്നില്ല, അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. റിസൾട്ട്, ഫസ്റ്റ് റിസൾട്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് പവർ n മൈനസ് എ പവർ n ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. റെഡി. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x is equal to 1. ഫസ്റ്റ് ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x മൈനസ് 2 ബൈ എക്സ് പ്ലസ് 2. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഡിനോമിനേറ്ററിൽ 0 വരുന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. അതാണ് ഇത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരില്ലല്ലോ അല്ലെ. 2 അപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ 4 അല്ലേ വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക? ന്യൂമിനേറ്ററിൽ 2 മൈനസ് 2 0 വരും ബൈ 4. 0 ബൈ 4 0 ആണ്. ആൻസർ 0 കിട്ടി. ആ രീതി നമുക്ക് ചെയ്യാം. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വേറെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 തന്നെ എക്സ് ക്യൂബ് മൈനസ് 8 ബൈ എക്സ് മൈനസ് 2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ നമുക്ക് ഇത് ഒന്നുകൂടി പരിചയ രൂപത്തിൽ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 8നെ 2 ക്യൂബ് എന്ന് എഴുതാം അല്ലേ, എക്സ് മൈനസ് 2.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്കറിയാം, ഇതാ ഈ ഒരു സ്റ്റൈൽ എഴുതിയാണ് അല്ലേ, എക്സ് റേസ് ടു എൻ മൈനസ് എ പവർ എൻ ബൈ എക്സ് മൈനസ് എ. അപ്പോൾ എന്നിൻ്റെ പൊസിഷനിൽ 3 ഉണ്ട്, എൻ്റെ പൊസിഷനിൽ 2 ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ n ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. റെഡി? അപ്പോൾ 3 ഇൻറ്റു 2 സ്ക്വയർ, സോ 4, ദാറ്റ് ഈസ് 12. റെഡി? ഈ പ്രോബ്ലത്തിൽ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഇതിൽ എക്സിന് 2 നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം 2 സ്ക്വയർ മൈനസ് 4 0. ഇവിടെയും 8 മൈനസ് ഇവിടെ 4 ഇൻറ്റു 4 16 പ്ലസ് 8. അപ്പം 16 മൈനസ് 16 0/0 സ്റ്റൈൽ വരും. അപ്പോൾ 0/0 സ്റ്റൈൽ വരികയാണെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. അപ്പോൾ ഇവിടെ നോക്കൂ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ നമുക്ക് എക്സ് ഔട്ട് സൈഡ് എടുക്കാമല്ലോ അല്ലേ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ബൈ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സ്റ്റൈലാണ്. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സ്റ്റൈൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ ഇതിനെ ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്യാലോ അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4, അപ്പോൾ ഇതിനെ എക്സ് ഇൻറ്റു ഇതിനെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ സ്റ്റൈൽ ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇനി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 2 കൊടുത്താൽ ഡിനോമിനേറ്റർ എന്തായാലും 0 ആവില്ല, അപ്പോൾ ഇവിടെ 4 വരും. 2 + 2 4 അല്ലേ. ഇവിടെ 2 ഇൻറ്റു 0 വരും, അപ്പോൾ 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 ആണ്. ഇനി ഇതിന് കൂടുതലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താ? 4th ക്വസ്റ്റ്യനൊക്കെ എഴുതാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഇതിൻ്റെ റെസിപ്രോക്കലാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x. അപ്പോൾ ഇതേ സ്റ്റൈലിൻ്റെ ഇവിടെ എഴുതാമല്ലോ. ഇവിടെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ന്യൂമീറ്ററിൽ ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ ഫാക്ടറൈസ് ചെയ്തിട്ട് ഇവിടെ കിട്ടിയ പോലെ ഇവിടെ നമുക്ക് കിട്ടും എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ജസ്റ്റ് റെസിപ്രോക്കൽ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നമുക്ക് 1 ക്യാൻസൽ ചെയ്യാം അല്ലേ, ഒരു എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ 2 അപ്ലൈ ചെയ്താൽ ന്യൂമീറ്ററിൽ 4i ബൈ താഴെ 0 ആയിരിക്കും. ഇവിടെ ഇനി ഒരു വേറെ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല, ഇത്ര കഴിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ 0/0 അല്ല, 0/0 ആകുമ്പോൾ നമുക്ക് അത് ഇൻഡിറ്റർമിനറ്റ് ഫോമാണ്, അതിനെ വേറെ ഇതിലേക്ക് മാറ്റണം. ഇവിടെ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, ഇതിനെ നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതാം, വേറെ ഒന്നുമില്ല. 4/0 എന്ന് എഴുതാനേ കഴിയുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ ദി ലിമിറ്റ് ദാറ്റ് നോട്ട് ഡിഫൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 5th ക്വസ്റ്റ്യനൊക്കെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ടെൻസ് 0 e raised to 3x minus 1 by x. ഇങ്ങനെ. അപ്പോൾ ഇതിനൊരു ഏകദേശ രൂപമുള്ളൊരു റിസൾട്ട് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രൂപത്തിലാക്കാൻ പറ്റും നോക്കുക. അപ്പോൾ ഇവിടെ എക്സ് ആണ്, താഴെ എക്സ് തന്നെ വരണം അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 3x minus 1 by 3x. അങ്ങനെ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഈ സ്റ്റൈലായില്ലേ, എക്സ് താഴെ എക്സ് താഴെ അല്ല, 3x. അപ്പോൾ അങ്ങനെ ഒരു 3 ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ നമുക്കിവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊക്കെ സംഗതി, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്.
അപ്പോൾ ഇവിടെ 3x ആണ്, ഇവിടെ 3x ആണ്, ഇവിടെയും 3x ആക്കണം. അങ്ങനെ 3x ആക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. എന്താ കുഴപ്പമില്ലേ? എക്സിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ 3xും 0ലേക്ക് അപ്രോച്ച് ചെയ്യുമല്ലോ അല്ലേ? ഒരു വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ 3യുടെ മൾട്ടിപ്പിളും 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 3x എഴുതിയാലും എഴുതിയാലും കുഴപ്പമില്ല. സോ 3 ഇൻറ്റു ഈ വാല്യൂ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ആൻസർ ഈസ് 3. അത് 6th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x raised to 15 minus 1 by x raised to 10 minus 1. ഇതിൽ ഏകദേശ രൂപമുള്ള ഒരു ഫോർമുല എടുത്തിട്ടുണ്ട് അല്ലേ? എക്സ് റേസ്റ്റ് എൻ മൈനസ് എ റേസ് ടു എൻ സ്റ്റൈലിൽ. അപ്പോൾ ഇതിന് ആ സ്റ്റൈൽ ആക്കാൻ പറ്റുമോ നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ? എക്സ് റേസ് ടു 15 മൈനസ് 1ന് 1 റേസ് ടു 15 എഴുതാം അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. 1ന് 1 റേസ് ടു 15 എഴുതാമല്ലോ. ബൈ നമുക്കിവിടെ എക്സ് മൈനസ് എ സ്റ്റൈലാണ്, താഴെ എക്സ് മൈനസ് എ സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 1 ആവണം. ഇനി എക്സ് റേസ് ടു 10 മൈനസ് 1 ബൈ 1ന് 1 റേസ് ടു 10 എഴുതാൻ കുഴപ്പമൊന്നുമില്ല. എക്സ് മൈനസ് 1 ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ. അതായത് ഇവിടെയുള്ള എക്സ് റേസ് ടു 15 മൈനസ് 1നെയും എക്സ് റേസ് ടു 10 മൈനസ് 1നെയും രണ്ടിനെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററേയും ഒരേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എക്സ് ടെൻസ് ടു 1 ആണ് അല്ലേ? എന്നാലേ അപ്പോൾ അതിന് ആ ക്വസ്റ്റ്യന് വാലിഡിറ്റി ഉള്ളൂ. റൈറ്റ്. അപ്പോൾ എക്സ് ടെൻസ് ടു 1. അപ്പോൾ ഇവിടെ ചെയ്തതാണ്. ഇവിടെ എക്സ് മൈനസ് 1 ഡിവൈഡ് ചെയ്തു, ഇവിടെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല. സോ നമുക്ക് ഇതിന് വേറെ ലിമിറ്റും ഇതിന് വേറെ ലിമിറ്റ് കൊടുക്കാം, ഇതിന് വേറെ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. സോ ഇവിടെ ഇത് ന്യൂമറേറ്റർ ഒരു റിസൾട്ട് പോയായി, ഇതും മറ്റൊരു റിസൾട്ടായി അല്ലേ? സോ ഇവിടെ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1, ഇപ്പോൾ 14 ആവും. ഇവിടെ 10 ഇൻറ്റു എ റേസ് ടു 9 ആവും അല്ലേ? സോ ക്ലിയർലി 15/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ സൈൻ 4x. 7th ക്വസ്റ്റ്യൻ. ഇതിൽ സൈൻ 2x ബൈ സൈൻ 4x നമുക്ക് ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു റിസൾട്ട് ഇവിടെ ഉണ്ട് അല്ലേ? സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ട്. അത് നേരത്തെ ചെയ്ത പോലെ ഐഡിയ ഇവിടെ ഉപയോഗിക്കാമല്ലോ. നേരത്തെ നമുക്ക് എക്സ് മൈനസ് 1 കൊണ്ട് ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്തു, എക്സ് മൈനസ് 1 കൊണ്ട് ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്തു. അത് ഐഡിയ ഇവിടെ ഉപയോഗിക്കാമല്ലോ അല്ലേ? സോ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ എക്സ് ഡിവൈഡ് ബൈ ഇവിടെ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ഡിവൈഡ് ചെയ്തു, എക്സ് ഡിവൈഡ് ചെയ്തു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാക്കി എടുക്കാം നമുക്ക്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് തന്നെ വരണം. രണ്ടും ഒരേ ഇവിടെ എക്സ് ആണ്, താഴെ എക്സ് തന്നെ വരണം. അപ്പോൾ ഇവിടെ 2x ആയതുകൊണ്ട് താഴെ 2x വരണം. അപ്പോഴേ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പോരെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇവിടെ ഈ റിസൾട്ട് 1 എന്ന് കിട്ടും. ഇപ്പോൾ 2 ഇൻറ്റു 1 എന്നായി. ഇവിടെ 4 ഇൻറ്റു 1 എന്നായി 4. സോ ആൻസർ ഈസ് ഹാഫ്. അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 cot x by π/2 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നേരത്തെ ചെയ്ത പോലെ പ്രശ്നം ഇവിടെ ഉണ്ട് അല്ലേ? നേരിട്ട് അപ്ലൈ ചെയ്താൽ താഴെയും 0 ആവും. കോട്ട് π/2 എന്ന് പറഞ്ഞാൽ അതും 0 ആണ് അല്ലേ? ഇനി ഇവിടെ എന്താ ചെയ്യുക? കോട്ട് π/2 ബൈ ദിസ്. നമുക്ക് π/2 സ്റ്റൈലിൽ കോട്ടിനാക്കാൻ പറ്റുമോ?
അപ്പോൾ ആ അല്ലേ സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്നാണ് കോസ് എക്സ് അല്ലേ. അതേപോലെ ഇതിനെ ടാൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്നാൽ കോട്ടെക്സ് അല്ലേ അല്ലേ. അപ്പോൾ കോട്ടെക്സിന് ടാൻ പൈ ബൈ ടു മൈനസ് എക്സ് ചെയ്താലോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു ടാൻ പൈ ബൈ ടു മൈനസ് എക്സ് ബൈ പൈ ബൈ ടു മൈനസ് എക്സ്. സിമ്പിളാക്കി എഴുതാം. പ്രത്യേകിച്ച് പോലെ ഒന്നും ചെയ്യാൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം നമുക്ക്. ഇനി ഇനി നമുക്കൊരു റിസൾട്ട് ഉണ്ടല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് 0 ടാൻ എക്സ് ബൈ എക്സ്. അതെന്താ ടാൻ എക്സ് ബൈ എക്സ്? അത് 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? അതേ സ്റ്റൈലിൽ എഴുതണമെങ്കിൽ നമുക്ക് ഒന്ന് ആ സ്റ്റൈലാക്കി മാറ്റാം, ഒരു കുഴപ്പമൊന്നുമില്ല. അതായത് പൈ ബൈ ടു മൈനസ് എക്സിനെ നമുക്ക് വൈ വിളിച്ചാൽ, പൈ ബൈ ടു മൈനസ് എക്സിനെ ഒന്ന് വൈ എന്ന് വിളിച്ചാൽ ടാൻ വൈ എന്നാവും ബൈ വൈ അല്ലേ. ഇനി എക്സിൻ്റെ വാല്യൂ പൈ ബൈ ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതാ ഈ എക്സിൻ്റെ വാല്യൂ പൈ ബൈ ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു സ്റ്റൈലിലേക്ക് എത്തും അല്ലേ. അപ്പോൾ വൈൻ്റെ വാല്യൂ 0ലേക്ക് വരും. സോ ലിമിറ്റ് വൈ ടെൻസ് ടു 0ലേക്ക് വരും. ഇതന്നെയല്ലേ ഇവിടെ ഉള്ളത് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് അല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാവുന്നേ ഉള്ളൂ അല്ലേ. നമുക്ക് ഈ പൈ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 1 ബൈ പൈ ഇൻറ്റു ലിമിറ്റ് ഇതാ നമുക്കിവിടെ ഇതിനെ ഒരു വൈ എന്ന് വിളിച്ചാൽ സൈൻ വൈ എന്ന് എഴുതാം. താഴെ ഇത് വൈ എന്നല്ലേ വിളിച്ചേ, അപ്പോൾ ഇതിന് വൈ എന്ന് എഴുതാം. അപ്പോൾ പൈ എക്സിൻ്റെ വാല്യൂ പൈയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ വൈ എന്ന് വിളിച്ചില്ലേ നേരത്തെ, അപ്പോൾ വൈ എന്താവും 0ലേക്ക് അപ്രോച്ച് ചെയ്യും അല്ലേ. നേരത്തെ ചെയ്ത ഒരു സ്റ്റൈൽ പ്രോബ്ലം അല്ലേ ഇതും വരിക. അപ്പോൾ ഇത് 1 ആവും. സോ 1 ബൈ പൈ ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 ബൈ പൈ. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ഓൾ റേസ്ഡ് ടു 5 മൈനസ് 1 ബൈ എക്സ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെയും നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല അല്ലേ. അപ്ലൈ ചെയ്താൽ താഴെ 0 ആവും, മേലെ 1 മൈനസ് 1 മേലെ 0 ആവും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടാവും അല്ലേ. നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വണ്ണിന് ഒരു വൈ എന്ന് വിളിച്ചാൽ എന്താ സംഭവിക്കുക? വൈ റേസ് ടു 5 എന്ന് എഴുതാം. വൈ റേസ് ടു 5 മൈനസ് 1 ബൈ കറസ്പോണ്ട് എക്സ് എന്താവും? എക്സ് ഈസ് വൈ മൈനസ് 1 അല്ലേ. വൈ മൈനസ് 1. ഇനി ലിമിറ്റും ചേഞ്ച് ആവും. ഇവിടെ എക്സ് ആണ്, വൈയിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ, എക്സ് 0ലേക്ക് വരുമ്പോൾ വൈ 1ലേക്ക് അപ്രോച്ച് ചെയ്യും അല്ലേ. എക്സ് അങ്ങനെ 0 ആയി പോകില്ലേ. അപ്പോൾ വൈ 1ലേക്ക് അപ്രോച്ച് ചെയ്യും. വൈ ടെൻസ് ടു 1. അപ്പോൾ നേരത്തെ പരിചയ റിസൾട്ടായി അല്ലേ. ഇതേ സ്റ്റൈൽ റിസൾട്ടായില്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എ റേസ് ടു 4 അല്ലേ. അപ്പോൾ 1 റേസ് ടു 4 1 തന്നെയാണ്. 5 ഇൻറ്റു 1 5 ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x² മൈനസ് എക്സ് മൈനസ് 10 ബൈ x² മൈനസ് 4. ഇതിൽ 2 അപ്ലൈ, ഡിനോമിനേറ്റർ എന്തായാലും 0 ആവും. ന്യൂമറേറ്ററിലോ ഇവിടെ 12 മൈനസ് 12 അതും 0 ആവും അല്ലേ. അപ്പോൾ 0 ബൈ 0. അപ്പോൾ എന്തായാലും വേറെ വഴി ഉണ്ടാവും. നോക്കാം അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ആദ്യം ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ അതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി അല്ലേ. ബി മൈനസ് 1 ആണ്. മൈനസ് ബി പ്ലസ് 1 ആവും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac. അപ്പോൾ ഇവിടെ b² 1 മൈനസ് 4 ഇൻറ്റു 10 40 120 ആവും. 120 മൈനസിലെ പ്ലസ് ആവും. 120 ബൈ 2 ഇൻറ്റു 3 6 ആയി അല്ലേ. സോ ദാറ്റ് ഈസ്
1 പ്ലസ് ഓർ മൈനസ് 121ൻ്റെ റൂട്ട് 11 ആയി ബൈ 6. അപ്പോൾ 12/6 2 വരും. പിന്നെ -10/6 അപ്പം -5/3 വരും അല്ലേ. അതാണ് ന്യൂമറേറ്ററിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇവിടെ x-2 എന്ന് എഴുതാം. പിന്നെയോ x + 5/3 ബൈ 6. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അതായത് ഇതിനെ ഫാക്ടറൈസ് ചെയ്താണ് ഇവിടെ എത്തിയത് അല്ലേ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ തന്നെ കിട്ടണ്ടേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ x² കിട്ടുള്ളൂ. എന്തായാലും x² കിട്ടുള്ളൂ. 3x² അവിടെ അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇങ്ങനെ എഴുതിയാൽ പോരാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x-2 ഇൻറ്റു ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 3x + 5 ഈ സ്റ്റൈലിൽ എഴുതണം. അപ്പോഴാണ് ഈ സൊല്യൂഷൻ കറക്റ്റ് ആയിരിക്കും. ഇതിനെ ഇത് ഇങ്ങനെ എഴുതിയാലും സൊല്യൂഷൻ കറക്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇതേ വാല്യൂ കിട്ടണമെങ്കിൽ ഈ സെയിം പോളിനോമിയൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. അല്ലെങ്കിൽ ആൻസറിൽ മാറ്റം ഉണ്ടാവും. ബൈ 6. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഈ ലൈൻ തെറ്റാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇവിടെ അതിൻ്റെ 6 എന്നല്ല എന്താണ് x² - 4 അല്ലേ. 6 അല്ല x² - 4. അപ്പോൾ x + 2 ഇൻറ്റു x - 2 ഇങ്ങനെ ഉണ്ടാവും. റെഡി. അപ്പോൾ ഇവിടെ x - 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി നേരിട്ട് അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. 3 കൊടുത്താൽ താഴെ 4 ഉണ്ടാവും. ലിമിറ്റ് കൊടുത്താൽ പിന്നെ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ലിമിറ്റ് കൊടുത്താൽ പിന്നെ ലിമിറ്റ് എഴുതരുത് അല്ലേ. ലിമിറ്റ് കൊടുക്കുന്നത് വരെ എഴുതും വേണം. പിന്നെ 2 ആണെങ്കിൽ 6 5 11/4 എന്നുണ്ടാവും. ലിമിറ്റ് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതുവരെ ചെയ്തത്. ഇനി അടുത്തൊരു സ്റ്റൈലിൽ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അതിൽ ഫൈൻഡ് n ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x⁻n - 3n by x - 3 = 108. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് എന്താ, ഫൈൻഡ് n എന്നാണ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള n എന്തായിരിക്കും അല്ലേ. ഇതിപ്പോൾ ഈ സ്റ്റൈലിൽ ആൻസർ ആണല്ലേ. അപ്പോൾ ആ സ്റ്റൈലാണെങ്കിൽ n × a⁻². എൻ്റെ പൊസിഷനിൽ 3 ആണ്. 3n - 1 അത് 108 ആണെന്ന് പറഞ്ഞത് അല്ലേ. ഈ റിസൾട്ട് ഇവിടെ പൊസിഷനിൽ 108 ആണ് അല്ലേ. അപ്പോൾ എന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ഇതിന് എന്നിനൊരു വെറുതെ ഒരു ട്രയൽ ആൻഡ് എററിൽ 2 or 3 കൊടുത്തു നോക്കിയാൽ മതി അല്ലേ. 108 കിട്ടാൻ പാകത്തിനുള്ള വാല്യൂ. ഇപ്പോൾ എന്നിനൊരു 3 കൊടുത്തു നോക്കുക. അപ്പോൾ 3 × 3² ആവും. അപ്പോൾ ഇവിടെ 9 × 3 27 ആവുള്ളൂ. അപ്പോൾ 3 അല്ല. ഇനി അടുത്ത് 4 കൊടുത്തു നോക്കുക. 4 കൊടുത്താൽ 4 × 3³ വരും. അപ്പോൾ 27 × 4 108 കിട്ടുമല്ലോ അല്ലേ. ദാറ്റ് ഈസ് 108. അപ്പോൾ എന്നെ എന്താ കൊടുത്തത്, 4 കൊടുത്തു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x = -1 ആൻഡ് റൈറ്റ് ലിമിറ്റ് അറ്റ് x = -1. അതാണ് ഫസ്റ്റ് കാണേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 -1 ആണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. -1ലെ പോയിൻ്റാണ് കാണേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ആകുമ്പോൾ 1 -1 അല്ലേ ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഗ്രാഫ് ഇതാ മേലോട്ട് വരുന്നുണ്ട്. 1ലേക്കാണ് വരുന്നത് അല്ലേ. 1ലേക്ക് വരുന്നുണ്ട്. ആൻസർ ദാറ്റ് ഇസ് ഫംഗ്ഷൻ്റെ വാല്യൂ 1ലേക്ക് വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = 1ലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് വരുന്നത് ഇവിടെയാണ്. ഇങ്ങനെ വരുന്നത് 2ലേക്കാണ് വരുന്നത് അല്ലേ. 2ലേക്ക് വരും. റെഡി. രണ്ടും ഈക്വൽ അല്ലല്ലോ. ഈക്വൽ ഇല്ലാത്തതുകൊണ്ട് അതിന് കൂടെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ്, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ.
എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ചോദിച്ചേ, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ജസ്റ്റിഫിക്കേഷൻ എന്തോ മതി, ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ഇത്ര മാത്രം എഴുതിയാൽ മതി. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ദെർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റിലേക്ക് വരാം. അതായത് ഡെറിവേറ്റീവ് കാണാനാണ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതാം ഫൈൻഡ് ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അല്ലേ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1/x. റെഡി. അപ്പം ഇങ്ങനെ രണ്ട് ടേമൊക്കെ ഉണ്ടെങ്കിൽ ആ രണ്ടിനും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. എക്സ് ഡെറിവേറ്റീവ് വേറെ കാണാം, 1/x ഡെറിവേറ്റീവ് വേറെ കാണാം, രണ്ടും കണ്ടിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ നമുക്കതിൽ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എക്സ് ഒക്കെ എടുത്താൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല ഇതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് എച്ച് ആകുമ്പോൾ ഇവിടെയും എക്സ് പ്ലസ് എച്ച് ആവും അല്ലേ, രണ്ട് എഫ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എച്ച്, എഫ് ഓഫ് എക്സ് നമുക്കറിയാം എക്സ് ആണ്, ബൈ എച്ച്. നോക്കൂ ഇവിടെ കൺഫ്യൂഷൻ എടുത്തേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആകുമ്പോൾ എക്സ്, അപ്പോൾ എക്സ് പ്ലസ് എച്ച് ആകുമ്പോൾ എക്സ് പ്ലസ് എച്ച് തന്നെയാണ് വരിക അല്ലേ. സോ ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. ഇവിടെ എച്ച് ബൈ എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 1 ആയി മാറി. അപ്പോൾ ഇതിൽ എച്ച് ഇല്ല, പിന്നെ ലിമിറ്റിൻ്റെ ആവശ്യമൊക്കെ ഇല്ല ഇനി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. റെഡി, 1 കിട്ടി. അതേപോലെ ഇപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ 1 കിട്ടിയ പോലെ നമ്മൾ സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ കഴിയും. അതിൽ നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ അല്ലേ, 1/x നമുക്ക് ജി ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ 1/x. അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ജി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എക്സ് ബൈ എച്ച് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇവിടെ ജി 1/x ആണ്. അപ്പോൾ ഇവിടെ 1 ഇതേ സ്റ്റൈൽ തന്നെ ജി എഴുതുമ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതുമ്പോൾ 1/x ഇതുപോലെ 1/x പ്ലസ് എച്ച് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 1/x പ്ലസ് എച്ച് മൈനസ് 1/x ബൈ എച്ച് ദാറ്റ് ചെയ്യുമ്പം ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് പ്ലസ് എച്ച് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്, ഒരു എച്ച് കൊണ്ടുകൂടി ഡിവൈഡ് ചെയ്യാണ്ട് ആ എച്ച് കൂടെ എഴുതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇവിടെ നമുക്ക് നേരത്തെ ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്തതുപോലെ ഇവിടെയും എക്സ് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുക മൈനസ് എച്ച് ബൈ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും, എച്ച് എക്സ് സ്ക്വയർ ഇവിടെ തന്നെ എഴുതാം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇങ്ങനെ തന്നെ എഴുതാം. ഇവിടെ എച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി എച്ചിൻ്റെ വാല്യൂ 0 കൊടുക്കാൻ പറ്റുമോ നോക്കുക. അതായത് ഡിനോമിനേറ്ററിൽ 0 വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പ്രയാസമാവും. ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരില്ല, ഇവിടെ എക്സ് സ്ക്വയർ ബാക്കി ഉണ്ടാവുമല്ലോ. മുകളിൽ മൈനസ് ഉണ്ട്, താഴെ എച്ചിന് 0 കൊടുത്താൽ ബാക്കി എക്സ് സ്ക്വയർ ഉണ്ടാവും. ആൻസറായി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എച്ച് എന്ന് വിളിച്ചാൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു എത്ര എഴുതിയാൽ മതി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1/x ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ആൻസർ ഈസ് ഇവിടെ 1 ഉണ്ടാവും. പിന്നെ ഫസ്റ്റത്തിന് 1 കിട്ടി, രണ്ടാമത്തത് മൈനസ് 1/x സ്ക്വയർ. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് ഡെറിവേറ്റീവ് ഇത് വെച്ച് കാണണം, നമുക്ക് കണ്ടു തുടങ്ങാം.
ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഒക്കെ നമുക്ക് ഈസിയാണ്. സൈൻ ആയതുകൊണ്ട് സൈൻ തന്നെ എക്സിൻ്റെ പൊസിഷനിൽ എക്സ് പ്ലസ് എച്ച്. ഇനി അതിൻ്റെ ഫോർമുല എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ എച്ച് അല്ലേ. നമുക്കിവിടെ വേണ്ടത് സൈൻ എ മൈനസ് സൈൻ ബി സ്റ്റൈലിലാണ്. അപ്പോൾ നമുക്ക് സൈൻ എ മൈനസ് സൈൻ ബി എന്താ 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 അല്ലേ. ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എ മൈനസ് സൈൻ ബി. ഇപ്പോൾ 2 കോസ് എ പ്ലസ് ബി, എൻ്റെ പൊസിഷനിൽ എക്സ് പ്ലസ് എച്ച് ആണ്. എക്സ് പ്ലസ് എച്ച് എ പ്ലസ് ബി ബൈ 2 പിന്നെ സൈൻ എ മൈനസ് ബി. സൈൻ എ എഴുതി എ മൈനസ് ബി ബൈ 2 ഓക്കെ ബൈ നമ്മുടെ എച്ച് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇവിടെ നമുക്ക് കോസ് എക്സും 2x എന്ന് എഴുതാം ബൈ എച്ച് ബൈ 2 സൈൻ ഇവിടെ നമുക്ക് എക്സ് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ഉണ്ട്. ആ ബൈ എച്ച് ഞാൻ ഇവിടെ കൊണ്ട് എഴുതാണ് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ. ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ 2 ഇവിടെ എഴുതിയിട്ടില്ല, ആ 2 ഞാൻ ഇവിടെ എഴുതി ബൈ 2 എഴുതി. അപ്പോൾ തിരിച്ച് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വരുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്തായിരുന്നു അല്ലേ, നമുക്ക് നേരത്തെ റിസൾട്ട് ചെയ്തിട്ടുണ്ട്. സൈൻ എക്സ് ബൈ എക്സ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും, ഇത് 1ലേക്ക് പോകും. ഇനി നോക്കൂ, നമുക്ക് ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതിന് ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇവിടെ നോക്കൂ, ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എച്ച് 0ലേക്ക് പോകും. അപ്പോൾ ഇവിടെ ബാക്കി ഒന്ന് എഴുതാം. നമുക്ക് കോസ് 2 ക്യാൻസൽ ചെയ്യാം അല്ലേ. നമുക്ക് നേരിട്ട് എഴുതാം എക്സ് പ്ലസ് എച്ച് ബൈ 2 ക്യാൻസൽ ചെയ്യും, എച്ച് ബൈ 2 ബാക്കി ഉണ്ടാവും. പിന്നെ ഈ ലിമിറ്റ് ഇയാൾ കൂടി ബാധകമാണ് അല്ലേ. അത് നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സെക്കൻഡ് ടേം, ഇവിടെ ദിസ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം എന്നാണ്, ഇൻറ്റു ആണ് ഇവിടെ അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം എന്താവും, ഇത് 1 ആവും. നമുക്ക് റിസൾട്ട് അറിയാം, 1 ആവും. ഫസ്റ്റ് ടേം ഇവിടെ എച്ചിന് 0 കൊടുത്താൽ പിന്നെ ഇതുണ്ടാവില്ല, ബാക്കി എന്തേ ഉള്ളൂ, കോസ് എക്സ് മാത്രം. സോ ആൻസർ ഈസ് കോസ് എക്സ്. റെഡി അല്ലേ. അടുത്ത കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്ക് സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെയും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഒക്കെ നമുക്ക് എഫ് ഓഫ് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതാവുന്നതാണ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇവിടെ ഉണ്ട് കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഉണ്ട് ബൈ എച്ച്. ഇവിടെ നേരത്തെ സൈൻ എ മൈനസ് സൈൻ ബി ആയിരുന്നു, ഇവിടെ കോസ് എ മൈനസ് കോസ് ബി. കോസ് എ മൈനസ് കോസ് ബി നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എ മൈനസ് കോസ് ബി ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 അല്ലേ.
മൈനസ് ഉണ്ടാവും. ഓർക്കുക. സോ നമുക്ക് ഇവിടെ എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് 0 -2 സൈൻ എ പ്ലസ് ബി ബൈ 2. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി എക്സ് പ്ലസ് എച്ച് പ്ലസ് എ ബൈ 2 സൈൻ എ മൈനസ് ബി. എ ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 അല്ലേ? നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ദാറ്റ് ബൈ എച്ച് ഉണ്ടാവും. റെഡി? നെക്സ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0. ഇവിടെ സൈൻ മൈനസ് ഇവിടെ കൊടുത്തു 2x ഉണ്ടാവും. 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു നേരത്തെ ഇതുപോലെ ഇത് രണ്ടാമത്തെ ലിമിറ്റൊക്കെ നമുക്ക് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് 0. ഇതിന് സെക്കൻഡ് ടൈമിൽ വേറെ ലിമിറ്റ് കൊടുത്തു. എക്സും ക്യാൻസൽ ചെയ്യാം. സൈൻ എച്ച് ബൈ 2 ഇവിടെ ഉണ്ടാവും. ഇവിടെ എച്ച് ഈ കൂട്ടത്തിൽ എഴുതി. ഇവിടെ 2 നേരത്തെ ഇവിടെ എഴുതിയിട്ടില്ല. 2നെ ഞാൻ നേരത്തെ എഴുതിയ പോലെ ഇവിടെ എഴുതി. അപ്പം ഈ റിസൾട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 1 ആകും. ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എച്ചിന് 0 കൊടുത്താൽ ഈ ഇതങ്ങ് പോവും. പിന്നെ 2 ക്യാൻസലാകും. ബാക്കി എക്സ് മാത്രം. സോ സൈൻ എക്സ് മാത്രം അല്ലേ? സോ ആൻസർ ഈസ് മൈനസ് സൈൻ എക്സ്. കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിളുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സിൻ്റെത് അല്ലേ? അപ്പോൾ ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0. ഇവിടെ ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച്. നേരത്തെ സൈൻ്റെയും കോസിൻ്റെയും സ്റ്റൈൽ ആ പ്രോബ്ലത്തിൽ കണ്ടത് സൈൻ എ മൈനസ് സൈൻ ബി അല്ലെങ്കിൽ കോസ് എ മൈനസ് കോസ് ബി, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ടാൻ എ മൈനസ് ടാൻ ബിക്ക് ഒരു റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ടാനെ സൈൻ ബൈ കോസ് സ്റ്റൈൽ എഴുതാം. മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ബൈ എച്ച് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ കോസ് മൈനസ് കോസ് സൈൻ എഴുതാം അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ ദിസ് ഇൻറ്റു ദിസ്. അപ്പം ഇൻറ്റു കോസ് എക്സ് മൈനസ് തിരിച്ച് കോസ് ഇൻറ്റു ദിസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ബൈ ഇവിടെ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് ഇൻറ്റു കോസ് വരും. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ബൈ എച്ച്. എച്ച് ഇവിടെ ഇടാൽ മതി അല്ലേ? സോ നെക്സ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിവിടെ നമുക്ക് പരിചയമുള്ള ഒരു റിസൾട്ടാണ്. കോസ് എ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ സൈൻ എ മൈനസ് ബി. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എ മൈനസ് ബി സ്റ്റൈലിൽ സൈൻ എ എന്താ? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് അല്ലേ? സൈൻ എ മൈനസ് ബിൻ്റെ എക്സ്പാൻഷൻ അല്ലേ? ഡിനോമിനേറ്ററിൽ എച്ച് ഇൻറ്റു ഇവിടെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഇവിടെയും മുറിക്കാം അല്ലേ? ഇതിന് നമുക്ക് ഒന്ന് അപ്പുറത്ത് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് 0 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. താഴെയുള്ളതിനെ ഒന്ന് അങ്ങോട്ട് എഴുതി. റെഡി? ഇനി ഇവിടെ ഇങ്ങനെ എഴുതാനുള്ള കാരണം മനസ്സിലായിണ്ടാവും അല്ലേ? എക്സും ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ സൈൻ എച്ച് ബൈ എച്ച് ലിമിറ്റ് കൊടുത്താൽ 1 ആവും. അപ്പോൾ ഈ ഫസ്റ്റ് ടേം ഇത് 1 ആവും. ഇനി ഇതോ
അതോ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 1 കിട്ടി, 1 ഇൻറ്റു ദിസ് എന്ന് പറയുമ്പോൾ 1 എച്ചിന് 0 കൊടുത്താൽ ഇവിടെ കോസ് ഇൻറ്റു കോസ് എന്നാവും അല്ലേ. കോസ് ഇൻറ്റു കോസ്, കോസ് സ്ക്വയർ. അപ്പോൾ കോസ് സ്ക്വയർ എച്ച് 1 കോസ് സ്ക്വയർ, എച്ച് അല്ല എക്സ്, കോസ് സ്ക്വയർ എക്സ്. 1 കോസ് സ്ക്വയർ സി സ്ക്വയർ എഴുതാം അല്ലേ, സി സ്ക്വയർ എക്സ്. അതാണ് ആൻസർ. ടാൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ്സിലെ സ്റ്റാൻഡേർഡായിട്ട് റിസൾട്ടുകളൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എഴുതി നോക്കൂ. ഫസ്റ്റ് എഫ് ഓഫ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ന് വിളിക്കാം അല്ലേ, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്നൊക്കെ വിളിക്കാം. വൈ ആണ് ഫംഗ്ഷൻ എങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എഴുതിയാൽ മതി. അതിൽ ഒന്ന് ഫസ്റ്റ് എത്തത്, അതിൽ ഫസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഏത് കോൺസ്റ്റൻ്റ് എടുത്താലും അല്ലേ. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ, 0 ഉണ്ടാവുക. കോൺസ്റ്റൻ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതിന് സ്ലോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആണ്. ഏത് കോൺസ്റ്റൻ്റ് എടുത്താലും ഡെറിവേറ്റീവ് 0 ആണ്. ഏത് കോൺസ്റ്റൻ്റ് ആയാലും കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് നിന്നാൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സെക്കൻഡ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ലൈൻ ഇങ്ങനെയാണ് ഉണ്ടാവുക, 45 ഡിഗ്രി ചെരിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ സ്ലോപ്പ് 1 ആണ്, ഡെറിവേറ്റീവ് 1 ആണ്. ഇനി തേർഡ് എക്സ് സ്ക്വയർ അല്ലെ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു എൻ, എന്തായാലും എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ. എന്നിന് ഏത് വാല്യൂം കൊടുക്കാം. ഇനി ഫോർത്ത് നമുക്ക് 1/x നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, -1/x സ്ക്വയർ. ഇതിൽ നമുക്ക് റൂട്ട് എക്സിൻ്റെ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. റൂട്ട് എക്സ് ഇവിടുന്ന് എക്സിന് ഹാഫ് കൊടുത്താൽ റൂട്ട് എക്സ് കിട്ടും, ഇവിടെ എഴുതാവും. എങ്കിലും ഒന്നുകൂടി ഇതാണ് റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ്. ഇനി സിക്സ്ത്, ഇനി നമുക്ക് ഇതിൽ സൈന് കോസ് അങ്ങനത്തെ എഴുതാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സെവൻത്ത് വൺ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഇനി എയ്ത്ത് വൺ ഫങ്ഷൻ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. നയൻത്ത് വൺ പിന്നെ കൊസീക്ക് എക്സ് ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. ഓർക്കുക, മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. അടുത്തത് സീക്ക് എക്സ് ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. ലാസ്റ്റ് കോട്ടെക്സ് ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട സംഗതി കോ ഫങ്ഷൻ ആയിട്ടുള്ളത് കോസ്, കൊസീക്ക്, കോട്ട്. അപ്പോൾ കോ ഫങ്ഷൻസിനൊക്കെ നെഗറ്റീവ് ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. മറ്റത് ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റാൻഡേർഡ് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടുകൾ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഈ റിസൾട്ടിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട നമുക്ക് ഫസ്റ്റ് ഇയർ ഡിസ്കസ് ചെയ്യാനുള്ള 2 റിസൾട്ട് കൂടി ഉണ്ടല്ലോ. അത് ഇപ്പോൾ പ്രോഡക്റ്റ് റൂൾ, അല്ലേ. അതായത് 2 ഫങ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത ഫങ്ഷൻസ്, മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഫങ്ഷൻസ്, അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അങ്ങനെയുള്ള 2 ഫങ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ ഡെറിവേറ്റീവ് കാണാൻ. അപ്പോൾ നമുക്കതിനെ എളുപ്പത്തിൽ യു വി ഇങ്ങനത്തെ ഫങ്ഷൻസ് വിളിക്കാം. യു ഒരു ഫങ്ഷനാണ്, എക്സിലെ ഫങ്ഷനാണ്, വിയും എക്സിലെ ഒരു ഫങ്ഷനാണ്. അങ്ങനെ ഉള്ള ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് ഇതിനെ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്നോ അതങ്ങനെ കുറച്ച് സൗകര്യം ഡി ബൈ ഡി എക്സ് ഓഫ് യു വി. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ എഴുതാം, സെക്കൻഡ് ഫങ്ഷൻ ഡെറിവേറ്റീവ് എഴുതാം. സെക്കൻഡ് ഫങ്ഷൻ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ചെയ്തിട്ട് ഫസ്റ്റ് ഫങ്ഷൻ ഡെറിവേറ്റീവ് എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ കൂടെ തന്നെ ഒരു കോഷ്യൻ റൂൾ ഉണ്ട് അല്ലേ. കോഷ്യൻ റൂൾ അത് നമുക്ക് പേരിലുള്ള സംഗതി ഉണ്ട്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി. നേരത്തെ പറഞ്ഞ പോലെ യുവും വിയും എക്സിലെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ആദ്യം ഡിനോമിനേറ്റർ ആണ്, വി ഇൻറ്റു യു ഡാഷ് മൈനസ് ആണ്. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ്.
യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയറും കൂടി ഉണ്ട്, ബൈ വി സ്ക്വയർ. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കുക. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചത്. അപ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയാം. ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞില്ലേ, എക്സ് ഒറ്റക്കാണ്, അപ്പോൾ എക്സ് ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടെ എക്സ് ഡെറിവേറ്റീവ് 1, സൈൻ ഡെറിവേറ്റീവ് കോസ് എഴുതിയാൽ പോരാ. എന്താ, ഇവിടെ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റാണ് ഇവിടെ. അപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഫംഗ്ഷൻ യു ഉണ്ട്, ഫംഗ്ഷൻ വി ഉണ്ട്. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിക്കണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻറ്റു സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ എഴുതിയിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇത്ര മതി എഴുതാൻ. ഈ സൈൻ എക്സ് ഇൻറ്റു 1 എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ ഈ 1 ഒഴിവാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഒരു സ്റ്റെപ്പേ ഉള്ളൂ, അത് മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. y ഈസ് ഈക്വൽ ടു കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇവിടെ അതുപോലെ എന്താ, പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട കേസാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു കൊസീക്ക് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു കോട്ട് ഡെറിവേറ്റീവ്. നേരത്തെ നമ്മൾ എഴുതിയല്ലോ, കോട്ട് ഡെറിവേറ്റീവ് എന്താ, കോസ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ഈ സെക്കൻഡ് ടേം കോട്ട് എക്സ് ഇൻറ്റു കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് അല്ലേ. മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇടാം. ഇത്ര മതി. നമുക്ക് സിംപ്ലിഫൈ ആണെങ്കിൽ ഇവിടെ നമുക്ക് കോസീക്ക് ക്യൂബ് എന്ന് എഴുതാം അല്ലേ. മൈനസ് കൊസീക്ക് ക്യൂബ് എക്സ്, ഇവിടെ മൈനസ് കോട്ട് സ്ക്വയർ ഉണ്ടാവും, കോട്ട് സ്ക്വയർ എക്സ് കോസിക് എക്സ്. ഇത്ര മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡെറിവേറ്റീവ് കാണാൻ തന്നെ 3x⁴ + 2x² - x + 3. ഇവിടെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു -1 ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞത്. സോ നമുക്ക് y ഡാഷ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ dy/x എന്ന് വിളിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 3 അവിടെ ഉണ്ടാവും. ഇവിടെ 3ൻ്റെ ഡെറിവേറ്റീവ് 0 ആവില്ല. ആ 3 ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഡെറിവേറ്റീവ് 0 ആവാം. അപ്പോൾ ഈ 3ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. 3 ഒറ്റയ്ക്കാണ് അല്ലേ. ഇവിടെ 3 × x⁴ എന്നുണ്ട്. അപ്പോൾ 3 അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ x⁴ ഡെറിവേറ്റീവ് എന്താ, 4x³ അല്ലേ. x⁴ 4x³ പ്ലസ് 2 ഇവിടെ തന്നെ ഉണ്ടാവും. x² ഡെറിവേറ്റീവ് 2x വരെ ഉണ്ടാവും. x ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് അവിടെ ഉണ്ട്. 3 ഡെറിവേറ്റീവ് പറഞ്ഞ പോലെ 0 അല്ലേ, അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി y ഡാഷ് അറ്റ് x ഈസ് ഈക്വൽ ടു -1 ഇങ്ങനെ എഴുതാം. y ഡാഷ് അറ്റ് x ഈസ് ഈക്വൽ ടു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ -1 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 12 ഉണ്ടാവും. 12 × -1 അല്ലേ. എക്സിന് -1 കൊടുക്കുമ്പോൾ -1 ആവും അല്ലേ. ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ -4 എന്നാവും, -1. സോ 16 - 17. അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു tan x/x. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞത് tan x/x. അപ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. കോഷ്യൻ റൂൾ ഉപയോഗിക്കണം അല്ലേ. കോഷ്യൻ ഫംഗ്ഷനാണ്, അപ്പോൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കണം. നമുക്കറിയാം ഫസ്റ്റ് y ഡാഷ് ആൻസർ ചെയ്താൽ dy/dx എന്ന് എഴുതാം. dy/dx ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ടാൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ടാൻ ഡെറിവേറ്റീവ് c² x ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു എക്സ്, ഇവിടെ ഡെറിവേറ്റീവ് എക്സ് ഡെറിവേറ്റീവ് 1 ആണ്, ബൈ v², അതായത് ടാൻ സ്ക്വയർ അല്ലേ. ഇതൊന്നും പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ×1 ഉള്ളത് അടുത്ത സ്റ്റെപ്പിൽ ×1 അങ്ങ് ഒഴിവാക്കിയാൽ മതി, വേറൊന്നും ചെയ്യാമല്ലോ. ദാറ്റ്സ് ഇനഫ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് കാണാൻ തന്നെയാണ്. y ഈസ് ഈക്വൽ ടു എക്സ് cos x/x + 1. ഡെറിവേറ്റീവ് കാണാം. dy/dx ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു കോഷ്യൻ ഉള്ള മെയിൻ അല്ലേ. കോഷ്യൻ ഉള്ള കണ്ടറിയാം.
അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് കൂടെ കൊടുക്കാം നമുക്ക്. ഈ പ്രോബ്ലത്തിൽ ഒരു തെറ്റാനുള്ള ചാൻസ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്ത്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്നുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ്, അല്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു, ഇവിടെ നോക്കൂ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്നും കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എഴുതിയാൽ മതിയോ? പോരാ. ഇവിടെയും ഈ കോഷ്യനുള്ള അകത്തൊരു പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ. ഇവിടെ നേരിട്ട് എഴുതാൻ പറ്റില്ല, ഇവിടെ നേരെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, അപ്പോൾ മൈനസ് കൊടുക്കണം, പ്ലസ് സെക്കൻഡ് ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് 1, അല്ലേ, ഇൻറ്റു 1 എന്നുണ്ടാവും, ഇതിൻ്റെ ആവശ്യമില്ല, മൈനസ്. അപ്പോൾ ഇതിവിടെ എഴുതി. ഇനി ഇവിടെ എക്സ് കോസ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1 ഡെറിവേറ്റീവ് 0 ആണ്, ഇൻറ്റു 1 തന്നെയാണ്, ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല ഇവിടെ, ഇത് മതി. ഇവിടെ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 1 + 0 1 ആണ്, എക്സ് കോസ് എക്സ് ഇൻറ്റു 1 എന്നുള്ളത് ഇൻറ്റു 1 അങ്ങ് ഒഴിവാക്കിയാൽ മതി, അല്ലേ, വേറൊന്നും എഴുതാനില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് റേസ് ടു 100/100 പ്ലസ് എക്സ് റേസ് ടു 99/99 എക്സെട്രാ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് 1. ഇതിൽ കാണാൻ പറഞ്ഞത് എഫ് ഡാഷ് ഓഫ് 1 ആണ്. അതായത് ഡെറിവേറ്റീവ് കണ്ടിട്ട് എക്സിന് 1 കൊടുക്കണം. ഇവിടെ അത് കണ്ടിട്ട് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എഫ് ഡാഷ് ഓഫ് 1 അത് എഫ് ഡാഷ് ഓഫ് 0നോട് 100 മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണോ എന്ന് പറയണം, അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് കാണൽ നിർബന്ധമാണ്, എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n-1, അങ്ങനെയല്ലേ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ അതുപോലെ എക്സ് റേസ് ടു 100ൻ്റെ ഡെറിവേറ്റീവ് 100 ഇൻറ്റു എക്സ് റേസ് ടു 99, അല്ലേ, ഒന്ന് കുറയും, ബൈ 100 പ്ലസ് എക്സ് റേസ് ടു ഇവിടെ 99 ഇൻറ്റു എക്സ് റേസ് ടു 98/99, അല്ല വരിക 99 ഇൻറ്റു എക്സ് റേസ് ടു 98/99 പ്ലസ് എക്സെട്രാ. ഇനി ഏത് ടേം എടുത്താലും ഇതേപോലെ വരിക, ഇവിടുത്തെ സെയിം വാല്യൂ ഇവിടെ ഉണ്ടാവും, അല്ലേ, 100 100 99 99, അല്ലേ, ക്യാൻസൽ ചെയ്യാൻ ഭാഗത്തിന് ഇവിടെ ഉണ്ടാവും. ലാസ്റ്റ് നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയറിന് 2x/2 എന്നുണ്ടാവുക, അല്ലേ. ഇവിടെ എക്സ് ഡെറിവേറ്റീവ് 1, അല്ലേ, എക്സ് ഡെറിവേറ്റീവ് 1 ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. അപ്പോൾ എല്ലാത്തിലും ഈ ഇങ്ങനെയുള്ള ടേം ഉണ്ടാവും, ഇവിടെ നമ്പർ ഉണ്ടാവും, ക്യാൻസൽ ചെയ്യാൻ പാകത്തിന്. ഇനി അങ്ങനെ എല്ലാം ക്യാൻസലാവും. ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി എല്ലാ ടേമിലും എക്സ് ഉണ്ടാവും. ഈ ടേമിൽ ഒഴിച്ച് ഇവിടെ 1 ആണ് ലാസ്റ്റ് ടേം, ആ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമിലും എന്തുണ്ടാവുക? 1 ഉണ്ടാവും, അല്ലേ. അപ്പോൾ 1/2 നോക്കൂ, എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എക്സിന് 1 അപ്ലൈ ചെയ്യണം, അല്ലേ. 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1/99 1/98, അല്ലേ, ഒക്കെ 1 അല്ലേ ഉണ്ടാവുക. 1 + 1 + 1 + എക്സെട്രാ + 1, എത്ര 1 ഉണ്ടാവും, അല്ലേ. ഇവിടെ ഈ എക്സിന് 1 ഉണ്ടാവും, ഈ എക്സിന് 1, ലാസ്റ്റ് 1 എക്സ്ട്രാ ഇല്ലേ, അല്ലേ. ഇതെത്രനായി? 99 1 ഇവിടെ ഉണ്ടാവും, അല്ലേ, +1 ഉണ്ടാവും. അപ്പോൾ 100 1 ഉണ്ടാവും, കറക്റ്റ് അല്ലേ. 99 മുതൽ 1 വരെ ഇവിടെ ഉണ്ട്, പിന്നെ 1 കൂടി ഉണ്ട്, 100 1. ഇനി എഫ് ഡാഷ് ഓഫ് 0യോ, എക്സിന് 0 കൊടുത്താൽ ലാസ്റ്റ് 1 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഓൺലി 1, അല്ലേ. ഇനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ
ഇവിടെ എഫ് ഡാഷ് ഇത് 100 ആണ് അല്ലേ, എഫ് ഡാഷ് 100 ആണ്. 100 × 1 100 ആയി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഫങ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, അതിൽ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് വേറെ റൈറ്റ് ലിമിറ്റ് വേറെ ഒക്കെ എഴുതണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലേ ഇങ്ങനെ ഈക്വൽ ടു എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഫങ്ഷനിൽ എക്സിന് 1 എക്സ് ടെൻസ് ടു 1 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വാല്യൂ f(1) ആണ്. f(1) എന്ന് പറഞ്ഞാൽ എന്താ, 1 കൊടുത്താൽ 4 കിട്ടുന്നല്ലേ. അപ്പോൾ f(1) എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ അല്ലേ. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, 4 ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെയും ബിൻ്റെയും പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഒന്ന് എഴുതി നോക്കാം നമുക്ക് അല്ലേ. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ 1 മൈനസ്, അപ്പോൾ 1 മൈനസ് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് ഇത് തന്നെയാണ്. ഇവിടെ 1 കൊടുത്താൽ ആൻസർ വരിക a+b എന്നാണ് അല്ലേ. ഇനി അതേപോലെ റൈറ്റ് ലിമിറ്റ് എഴുതിയാലോ, 1 + f(x) = റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ 1ൻ്റെ ഫ്രണ്ടിൽ ഇതാ വരിക. അപ്പോൾ ഇവിടെ 1 കൊടുത്താൽ b - a എന്ന് എഴുതാം. x 1 കൊടുത്താൽ b - a. ഇത് രണ്ടും ഈക്വൽ ആവണം, എന്നാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഈക്വൽ എന്തുകൊണ്ട് ഈക്വൽ ആവണം, 4ന് ഈക്വൽ ആവണം അല്ലേ, 4ന് ഈക്വൽ ആവണം. ഇനി ആ 4ന് ഈക്വൽ ആയാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ. a+b 4 ആണ്, ഇവിടെ b - a 4 ആണ്. അത് ഒന്ന് ആഡ് ചെയ്താൽ a ക്യാൻസൽ ആകും. ഇപ്പോൾ 2b യുടെ കിട്ടും, 2b = 8 എന്ന് കിട്ടും. അപ്പോൾ ബീൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ബീൻ്റെ വാല്യൂ 4 ആയാൽ a 0 ആവും അല്ലേ. അപ്പോൾ പോസിബിൾ വാല്യൂസ് ഇത്രയേ ഉള്ളൂ, a 0 b 4.